നമസ്കാരം, എല്ലാവർക്കും സ്റ്റോപ്പ് കാർ റീഫിനിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹോണ്ടയുടെ CB300RR ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് ഫ്രണ്ടിലായിട്ട് ഫുൾ LED ഹെഡ് ലാംപ്സ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിസ്ക് ബ്രേക്സ് കൊടുത്ത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ബൈറ്റുള്ള രീതിയിലുള്ള ഡിസ്ക് ബ്രേക്കാണ്. ഇതിന് BS6 ഇത് CKD യൂണിറ്റ് അല്ല, ഇതിൻ്റെ BS4 എന്ന് പറയുന്ന CKD യൂണിറ്റ് ആയിരുന്നു. BS6 എന്ന് പറഞ്ഞ CKD യൂണിറ്റ് അല്ല. CKD യൂണിറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് ഷോവേൻ്റെ USB ഷോക്സ് ആയിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷോക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വാട്ടർ കൂളിംഗ് ആണ് എൻജിൻ എന്ന് പറയുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫൂട്രസ്റ്റ് കാണാൻ കൊടുത്തിട്ടും ഇത് റിയർ സെറ്റ് ഫൂട്രസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റ്സ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. പില്ലിയൻ സീറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത്യാവശ്യം നല്ല വൈഡാണ്. 801 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ഗ്രാബ് റെയിലാണ്. ഇതിന് സ്റ്റോക്കായിട്ട് ഗ്രാബ് റെയിലും കാര്യങ്ങളെല്ലാം വരുന്നില്ല. പക്ഷേ നിങ്ങളൊരു ഗ്രാബ് റെയിൽ വെക്കുന്നതായിരിക്കും നല്ലത്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പില്ലിയൻ റൈഡിന് വേണ്ടിയിട്ട്. പിന്നെ റിയർ സെറ്റ് ഫുഡ് പെക്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെയാണ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയൊരു ടൈലൈനും കൊടുത്ത് കാണാൻ പറ്റും. ഈ ഒരു വണ്ടീൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അത് ലെങ്ത്ത് എന്ന് പറയുന്നത് കുറവാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ഇത്ര ലെങ്ത്ത് വണ്ടിക്കുള്ളൂ, ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇത്ര ലെങ്ത്ത് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സിറ്റിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മാനുവർ ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പറ്റും. പിന്നെ വണ്ടീൻ്റെ മേലെ കയറുന്ന കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ് പറയാനായിട്ട്. അതായത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോണിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ ബീം ലോ ബീം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചും ടേണിങ്ങും, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യലെല്ലാം ഈ ഒരു സെയിം സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. സോ ടാങ്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറൗണ്ട് 10 liters ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയിലെ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ കാല് കംഫർട്ടബിളായിട്ട് വെക്കാനുള്ള ഒരു പൊസിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടയേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് ആദ്യം ഉണ്ടായിരുന്ന ടയർ എന്ന് പറയുന്നത് മിഷലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് ടയറാണ്. ഇപ്പോഴുള്ള ടയർ എന്ന് പറഞ്ഞാൽ MRFൻ്റെ ടയേഴ്സാണ്. സോ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടി ഓടിച്ചതിന് ശേഷം സംസാരിക്കാം. സോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഡ്യൂക്ക് 200ൻ്റെ ആ ഒരു എക്സോസ് നോട്ടാണ് ഇതിൻ്റെ ഒരു ഐഡലിങ്ങിനുള്ളൊരു എക്സോസ് നോട്ട് എന്ന് പറയുന്നത്. ഈ വണ്ടി എന്ന് പറയുന്നത് ആരൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സ്കൂട്ടറൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു 300cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, അതായത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 300cc ഉള്ള മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തായാലും ഹോണ്ട CB300RR ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് റൈഡറിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 foot ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ഇതിലിരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർസ് എന്നുള്ള വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ട് രീതിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 801 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതും സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൈഡായിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ് റൂട്ടൊക്കെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഇതിപ്പോൾ ഷോർട്ട് റൈഡർ ആണെങ്കിലും അതുപോലെ തന്നെ ലോങ്, അത് ഹൈറ്റുള്ളൊരു റൈഡറാണ് ഇത് ഓടിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് എക്കണോമിക്സ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും ക്ലച്ചിൻ്റെ ഒക്കെ ഭാഗത്തുനിന്നാണ്. ഇതിന് ഫോൾസ് ഗിയർസും കാര്യങ്ങളൊന്നും ഗിയറിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഗിയറെല്ലാം ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം തോന്നിയ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹോണാണ്. ഇതിൻ്റെ ഹോൺ ഒട്ടും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഹോണല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻഗിയർ ആക്സിലറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മിഡ് റേഞ്ചിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പവർ നമുക്ക് ഫീൽ ചെയ്യുക. മിഡ് റേഞ്ച് ടോപ്പ് എൻഡാണ് നമുക്ക് പവർ ഫീൽ ചെയ്യുക. ചെറിയ ഗിയറിൽ പവർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ആമ്പിൾ എമൗണ്ട് ഓഫ് പവറാണ് കിട്ടുക. പക്ഷേ ഇതിന് സിറ്റിയിൽ, അതായത് ബാക്കിലിരിക്കുമ്പോൾ ഒരു പില്ലിയൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് നല്ലൊരു ഗ്രാബ് റെയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒരു ഗ്രാബ് റെയിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇത് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സീറ്റ്, ബാക്ക് സീറ്റ്, അതായത് പില്ലിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് വൈഡായിട്ടുള്ള സീറ്റ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇന്ന് പോകാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ വണ്ടി സിറ്റിയിൽ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റാണ് 146 kg ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഇത്രേ ഉള്ളൂ. ഫ്രണ്ട് നോക്കുകയാണെങ്കിലും ബാക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം ഇതേ സെയിം ഒരു ലെങ്ത്ത് ഈ വണ്ടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സിറ്റിയിൽ കൂടെയൊക്കെ മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിന് വെയിറ്റും കുറവാണ്. പിന്നെ ലോ സ്പീഡിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ
ഇപ്പോൾ ലോ സ്പീഡിൽ നമുക്ക് മാനുവർ ചെയ്യുകയാണെങ്കിലും സുഖമായിട്ട് മാനുവർ ചെയ്യാൻ പറ്റും, കാലൊന്നും കുത്താണ്ട്. അതായത് ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് 5th ഗിയറിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും, ഒരു എഞ്ചിൻ നോക്കിങ്ങും ഇല്ലാണ്ട്. ഇപ്പോൾ 4th ഗിയറിലാണ് ഞാൻ 40 പോകുന്നത്. ഇപ്പോൾ 5th ഗിയർ ഇട്ട് 6th ഗിയറിൽ എനിക്ക് 45 പോകാൻ പറ്റും. തീരെ എഞ്ചിൻ നോക്കിങ് ഇല്ലാണ്ട് എനിക്ക് 50 പോകാൻ പറ്റും. ആ 50 മുതൽ ഒരു 146 km/h സ്പീഡ് വരെ, അതങ്ങനെ അതിൻ്റെ പ്ലസ് സ്പീഡ് വരെ നമുക്ക് ആ സെയിം ഗിയറിൽ പോകാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റാണ്. അത് മൈലേജ് കൂട്ടാനും സഹായിക്കും. ഇപ്പോൾ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് 28 കിലോമീറ്റർ മുതൽ 32-33 കിലോമീറ്റർ വരെയാണ് മൈലേജ് വരുന്നത്. അതായത് സിറ്റി ടു ഹൈവേ മൈലേജ് എന്ന് പറയുന്നത് അത് കുഴപ്പമില്ലാത്ത മൈലേജ് ഫിഗേഴ്സാണ്. പിന്നെ ഈ വണ്ടീൻ്റെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റിയ അപ്പാച്ചിൻ്റെ RR310 ആണ്. പക്ഷേ ആ വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്രത്തോളം പെർഫോമൻസ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബിൽഡ് ആൻഡ് ഫിനിഷിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയാണെന്നാണ് പറയാനായിട്ട്. പിന്നെ ഇതിന് നമുക്കൊരു LCD ഡിസ്പ്ലേ ഫ്രണ്ടിൽ കൊടുത്ത് കാണാൻ പറ്റും. അതിൽ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ BS4 എഡിഷന് ഷോവേൻ്റെ ഷോക്കായിരുന്നു. അതായത് അപ്സൈഡ് ഡൗൺ ഷോക്ക് എന്ന് പറയുന്നത് ഷോവേൻ്റെ ആയിരുന്നു. ഇതിനിപ്പോൾ വരുന്ന ഷോക്ക് എന്ന് പറയുന്നത് എൻഡ്യൂറൻസ് എന്ന് പറയുന്നതിൻ്റെ സസ്പെൻഷനാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ സ്പീഡ് പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസും കിട്ടും. അതുപോലെ തന്നെ ലോ സ്പീഡിൽ പോവുകയാണെങ്കിൽ, അതായത് ബംസിലൊക്കെ കയറുമ്പോഴും അത് അബ്സോർബും ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ അടിപൊളിയാണെന്നാണ് പറയാനായിട്ട്. പിന്നെ ഇതിന് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് പിന്നിൽ വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഗിയറിൽ ആ ഒരു ടോർക്കിൽ നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, നിങ്ങളൊരു ഗ്രാബ് റെയിൽ വെക്കുന്നതായിരിക്കും നല്ലത്, ഒരു അഡീഷണൽ ഗ്രാബ് റെയിൽ. അത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് നമുക്ക് കിട്ടും അത് പിടിച്ചിരിക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ പില്ലിന് വെച്ച് പോകുമ്പോൾ വലിയ കംഫർട്ട് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതിൻ്റെ സൈഡ് മിററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അത് ലെങ്ത്ത് കുറവാണ്, അത് ഹൈറ്റ് കുറവാണ്. പക്ഷേ സൈഡ് മിറർ നല്ല വൈഡായിട്ടുള്ള സൈഡ് മിറേഴ്സാണ്. അത് പിന്നെ അതുമാത്രമല്ല വലിയ സൈഡ് മിറേഴ്സ് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വ്യൂ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇപ്പോൾ ഹാൻഡിൽ ബാറിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ ടോൾ റൈഡേഴ്സിന് അത്യാവശ്യം നല്ല ഹൈ ആയിട്ടിരിക്കാൻ പറ്റും, അതുപോലെ തന്നെ വൈഡായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫോണിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല വൈറ്റുള്ള ബ്രേക്കിംഗ് ആണ്. ഇതിന് BS4-നും അതുപോലെ തന്നെ BS6-നും ഡുവൽ ചാനൽ ABS കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് BS4 കഴിഞ്ഞ് BS4 എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളായിരുന്നു. അത് CKD യൂണിറ്റ് ആയതുകൊണ്ടാണ്. ഇത് BS6 ഇറങ്ങിയപ്പോഴും കോസ്റ്റ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയായിരുന്നു ഈ ലോക്കൽ പാർട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും. അതാണെന്ന് തോന്നുന്നത് എനിക്ക് അധികം ഇന്ത്യയിൽ ബൈസ് ഈ വണ്ടി അത്ര ശ്രദ്ധിക്കാതെ പോയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റിനെ കുറിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി അടിപൊളിയാണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ അതുമാത്രമല്ല അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ 300cc മോട്ടോർ സൈക്കിൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പെർഫോമൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ RR310 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം പെർഫോമൻസ് ഈ വണ്ടിക്കില്ല. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 390 പോലത്തെ വണ്ടികളൊക്കെയാണ്, അല്ലെങ്കിൽ ഡോമിനാറൊക്കെയാണ്. പക്ഷേ അതെന്ന് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി പെർഫോമൻസ് കൂടിയ വണ്ടിയാണ്. സോ ഇതിന് ഡയറക്റ്റായിട്ട് അങ്ങനെ നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ശരിക്കും ഒരു കോമ്പറ്റീറ്റർ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ പോകണം. പക്ഷേ എന്നാൽ കുറച്ച് ഓവർടേക്സും കാര്യങ്ങളെല്ലാം ചെയ്യണം, കംഫർട്ടബിളായിട്ട് ഇരിക്കണം. പിന്നെ അത് മാത്രമല്ല കുഴപ്പമില്ലാതെയുള്ള മൈലേജും കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എന്തായാലും ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. സോ അടുത്ത ഈ വണ്ടീൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് നമുക്ക് നോക്കാം. ഇതിന് ഹാൻഡിലിന് കുറച്ച് ഒടി കുറവാണ്. അത്യാവശ്യം എല്ലാ സ്പോർട്സ് ബൈക്കിലും നിങ്ങൾ കാണുന്നൊരു സംഭവമാണ് ഹാൻഡിലിന് ഒടി കുറയുന്നത്. അത് ഈ വണ്ടിക്കുണ്ട്, ഹാൻഡിലിന് ഒടി കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം നിങ്ങൾ ഫീൽ ചെയ്യും. നമ്മൾ സ്കൂട്ടേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്കൂട്ടറിനൊക്കെ അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ് ഓടിയുണ്ട്. അതുകൊണ്ട് ചെറിയ ടേണിംഗ് റേഡിയസിൽ തന്നെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റും വണ്ടി. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസ് പോയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് ഏകദേശം 3.15 ലാക്കാണ് ഇതിന് ഓൺ റോഡ് വരുന്നത് കോഴിക്കോട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ രീതിയിൽ കോസ്റ്റ്ലി ആണെന്ന് വേണം പറയാനായിട്ട്.
പക്ഷേ ഇതിന് 2022 ഇതിന് BS6 ഇറങ്ങിയപ്പോൾ ഉള്ള കോസ്റ്റിനെക്കാട്ടും കുറച്ച് കോസ്റ്റ് ഇതിന് കുറഞ്ഞിട്ടുണ്ട്. അത് ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. സിറ്റിയിലൊക്കെ പെട്ടെന്ന് ഗിയർ മാറ്റണമെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതിപ്പോൾ 6th ഗിയറിലാണ് 50 കിലോമീറ്ററിൽ പോകുന്നത്. ഞാൻ 4th-ലോ 5th-ലോ ആണെന്നാണ് വിചാരിച്ചത്. ഞാൻ അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് 6th ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലോ സ്പീഡിൽ പോകാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റ് ആണെന്നാണ് പറയാനായിട്ട്. അതൊരു മൈലേജ് കൂട്ടുന്നതിന് ഒരു കാര്യം കൂടിയാണ്, ഒരു റീസൺ കൂടിയാണ്. പിന്നെ നമ്മൾ ഡ്യൂക്കിൻ്റെ 390 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അതായത് റൈഡിങ് പൊസിഷൻ, അതായത് എർഗണോമിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ള എർഗണോമിക്സ് ആണ്. ഇപ്പോൾ റൈഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും പില്ലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും കുറച്ച് ഭയങ്കര അഗ്രസീവായിട്ടുള്ളതാണ്. ഇപ്പോൾ ഡോമിനാറിനെ വെച്ച് നോക്കുമ്പോൾ ഡോമിനാറിന് പെർഫോമൻസ് കൂടുതലാണ്, പക്ഷേ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡോമിനാറും ഇതും കൺസിഡർ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി പവർ വേണമെങ്കിൽ നിങ്ങൾ ഡോമിനാറിലേക്ക് പോകണം. പിന്നെ നിങ്ങൾ നോക്കുന്ന ഒരു ഹോണ്ട സ്റ്റൈൽ മോട്ടോർ സൈക്കിളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഈ വണ്ടി ശരിക്കും ഞാൻ അങ്ങനെ അധികം റോഡിലൊന്നും കാണാറില്ല, പക്ഷേ ഈ വണ്ടിക്ക് ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ട് എന്നാണ് പറയാനായിട്ട്. കാരണം ഒരു ലക്ഷറി ഫീൽ ഈ വണ്ടിക്കുണ്ട്. അത് അധികം റോഡിൽ കാണാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഹോണ്ട CB 300R റിവ്യൂ വീഡിയോ. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.